നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ സപ്ലയറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ സപ്ലയറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ കസ്റ്റമറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം മാസ്റ്റർ ഡേറ്റയിൽ കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സപ്ലയറിൻ്റെ വിൻഡോ വന്നതുപോലെ തന്നെ നമുക്ക് കസ്റ്റമറിൻ്റെ വിൻഡോ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന് നമുക്ക് കസ്റ്റമർ നെയിം കൊടുക്കണം, അക്കൗണ്ട് ഗ്രൂപ്പ്, മൊബൈൽ നമ്പർ, ടാക്സ് നമ്പർ, അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാനൊരു കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യണം. ഒരു കസ്റ്റമറിന് നെയിം കൊടുത്തു. നമുക്കിവിടെ അക്കൗണ്ട് ഗ്രൂപ്പിനകത്ത് നമ്മുടെ കസ്റ്റമറാണോ സപ്ലയർ ആണോ എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാനത് കസ്റ്റമർ കൊടുക്കുന്നു. പിന്നെ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനാണ്, അത് കൊടുക്കുക. പിന്നെ ടാക്സ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അഡ്രസ്സ്, പിന്നെ നമുക്ക് സേവ് ചെയ്യാം. അപ്പം ഇത്രയാണ് നമ്മുടെ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ട് എങ്ങനെ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള വീഡിയോയ്ക്ക് നമുക്ക് കമ്പനി ക്രിയേഷൻ നോക്കിയിട്ടുണ്ട്, നമ്മുടെ സപ്ലയറിനെ ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നമ്മുടെ ഐറ്റം ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇപ്പോൾ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ നോർമൽ സെയിൽസ്, പർച്ചേസ്, ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ സെയിൽസ് നോക്കാം.